ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ മാത്സിലെ 1ാമത്തെ ചാപ്റ്ററിലെ കുറച്ച് പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പേജ് 17 പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താണ്? സമാന്തര വരകൾ. ഓക്കെ, പാരലൽ ലൈൻസ്. അപ്പം നിങ്ങൾക്കറിയാം, ഒരു സമാന്തര രേഖ അല്ലെങ്കിൽ സാമാന്തരികം എന്ന് പറഞ്ഞാൽ എന്താണ്? സാമാന്തരികം എന്ന് പറഞ്ഞാൽ ഏകദേശം ഇങ്ങനെയാണല്ലേ, 2 ലൈൻസ്, അതായത് ഒരിക്കലും കൂട്ടിമുട്ടാത്ത 2 ലൈൻസ് ഇങ്ങനെ പോകുന്നതിനെയാണ് നമ്മൾ സാമാന്തരികം എന്ന് പറയുക. അപ്പോൾ സാമാന്തരികത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? ആ 2 ലൈൻസും സമാന്തരമായിരിക്കും, ഒരിക്കലും ഇവ കൂട്ടിമുട്ടില്ല, ഇവരിങ്ങനെ അങ്ങോട്ട് പോകാം. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എന്ത് പറയാം? റെയിൽപാളം ഒരിക്കലും കൂട്ടിമുട്ടില്ല, അതിങ്ങനെ അനന്തമായിട്ട് പോവുകയാണ്. അങ്ങനെയുള്ള ഒരു ചതുർഭുജത്തെയാണ് സാമാന്തരികം എന്ന് പറയുന്നത്. ഇനി സാമാന്തരികത്തിന് കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട്. സാമാന്തരികത്തിന്റെ ഒരു പ്രത്യേകത നമുക്ക് നോക്കാം. ഇത് 60 ഡിഗ്രി ആണെന്ന് നമ്മൾ കരുതുക. എങ്കിൽ സാമാന്തരികത്തിന്റെ എതിർദിശയിലുള്ള ഈ ഒരു 60 ഡിഗ്രിയുടെ വിപരീത ദിശ ഏതാണ്? അല്ലെങ്കിൽ ഓപ്പോസിറ്റ് കോൺ അല്ലെങ്കിൽ എതിർകോൺ ഏതാണ്? ഇതാണ്. ഈ ഒരു എതിർമൂല, ഈ ഒരു മൂലയും ഇത് ഒരു മൂലയും എന്താണ്? ഓപ്പോസിറ്റ്സ് ആണ്. അപ്പൊ ഇതും എന്തായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ഇത് സാമാന്തരികത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഓക്കെ, ഇനി ഇതൊരു 120 ഡിഗ്രി ആണെച്ചാൽ എന്തായിരിക്കും? ഇതും 120 ഡിഗ്രി ആയിരിക്കും. എതിർവശത്തിലുള്ള കോണുകൾ തമ്മിൽ തുല്യ അളവിലായിരിക്കും. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു 4 കോൺ, ഇതിന് എത്ര കോണുണ്ട്? ഇപ്പോൾ 4 കോണുണ്ട്. ഈ 4 കോണിന്റെ അളവുകളുടെ തുക എത്രയായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കറിയാം ചതുർഭുജങ്ങളുടെ എല്ലാ കോണുകളുടെ അളവുകളുടെ തുക 360 ഡിഗ്രിയാണ്. ചതുരത്തിൻ്റെതായാലും സമചതുരത്തിൻ്റെതായാലും 360 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ സാമാന്തരികത്തിന്റെയും എല്ലാ കോണുകളുടെ അളവുകളുടെ തുക എത്രയായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ 60 ഡിഗ്രി ആൻസർ, ഇവിടെ 60 ഡിഗ്രി, ഇവിടെ 120 ഡിഗ്രി ആൻസർ, ഇവിടെ 120 ഡിഗ്രി. ഇനി എല്ലാം കൂടി എന്തായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സാമാന്തരികം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ വെക്കേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യത്തെ പ്രോബ്ലം പേജ് 17 പ്രോബ്ലം ഒന്ന് ചെയ്തു നോക്കാം. എല്ലാവരും പേജ് 17 ക്വസ്റ്റ്യൻ വായിച്ചല്ലോ. ചിത്രത്തിലെ സാമാന്തരികം തന്നിരിക്കുന്ന അളവുകളിൽ വരയ്ക്കുക. എന്തൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത്? ഇവിടെ തന്നിരിക്കുന്നത് 5 സെന്റിമീറ്റർ ആണ്. താഴെ അളവ് തന്നിട്ടുണ്ട്. 3 സെന്റിമീറ്റർ ഇവിടെയാണ് തന്നിട്ടുണ്ട്. 60 ഡിഗ്രി. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. 3 അളവുകളാണ് തന്നിരിക്കുന്നത്. അതിലെ മറ്റു 3 കോണുകൾ കണക്കാക്കുക, അതും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്തെല്ലാമാണ് ചെയ്യേണ്ടത്? അപ്പൊ നമുക്ക് ആദ്യം തന്നെ മറ്റു 3 കോണുകൾ കണ്ടുപിടിച്ച് നോക്കിയാലോ. ഓക്കെ, ഇത് 60 ഡിഗ്രിയാണ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇത് 60 ഡിഗ്രിയാന്ന് പറഞ്ഞു. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഇത് 60 ഡിഗ്രി ആണെച്ചാൽ ഇതും എന്തായിരിക്കും? ഇതും 60 ഡിഗ്രി ആയിരിക്കും. പിന്നെ നമ്മൾ മറ്റൊരു കാര്യം എന്താണ് പറഞ്ഞത്? 360 ഡിഗ്രിയാണ് എല്ലാ കോണുകളുടെയും അളവുകളുടെ തുക എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ 60ഉം 60ഉം എത്രയാണ്? 60ഉം 60ഉം 120. ഇനി നമുക്ക് ഇതിൽ എത്ര കോണ് വേണം? 360ൽ നിന്ന് 120 കുറച്ചാൽ നമുക്ക് 240 കിട്ടും. ഈ 240 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെയും ഈ 2 കോണുകളുടെയും അളവാണ് ഈ 240 എന്ന് പറയുന്നത്. 240 എങ്ങനെയാ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. നമ്മുടെ ആകെ കോണുകളുടെ, അതായത് 4 കോണുകളുടെ അളവുകളുടെ തുക 360 ഡിഗ്രിയാണ്. ഇവിടെ 60 തന്നു, 60 ഇവിടെയാണെങ്കിൽ ഇവിടെയും 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ 240 നമുക്ക് കിട്ടി. 360ൽ നിന്ന് നമ്മൾ 120 കുറച്ചു, അപ്പൊ നമുക്ക് 240 കിട്ടി. അപ്പോൾ 240 എന്ന് പറഞ്ഞാൽ ഈ 2 എതിർകോണുകളുടെ തുകയാണ്. അപ്പൊ നമുക്ക് എന്താ അറിയാം? ഇവിടെയും സെയിം ഒരേ കോണുകളുടെ അളവ് എന്തായിരിക്കും? 1 തന്നെയായിരിക്കും. അപ്പോൾ 240നെ നമ്മൾ നേർപകുതിയാക്കി 2ആയി വീതിച്ചു കൊടുത്തു. അപ്പോൾ 240നെ നേർപകുതിയായാൽ നമുക്ക് 120 ഡിഗ്രി കിട്ടും. അപ്പോൾ 120 നമ്മൾ ഇവിടെ എഴുതി. അപ്പം നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തിന്റെ ഒരു ഭാഗം കഴിഞ്ഞു. എന്താണ്? 60 ഡിഗ്രി, 60 ഡിഗ്രി, 120 ഡിഗ്രി, 120 ഡിഗ്രി. ഓക്കെ, ഇനി നമ്മളോട് അടുത്ത സെഷൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്?
ഇതേപോലെ ഈ തന്നിരിക്കുന്ന അളവുകളിൽ നമുക്ക് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ഒരു സ്കെയിൽ എടുക്കണം. ഓക്കെ, ഒരു സ്കെയിൽ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 5 സെന്റിമീറ്റർ അടയാളപ്പെടുത്തണം. ഓക്കെ, ചെയ്യേണ്ടത് ഒരു സ്കെയിൽ എടുക്കുക, എന്നിട്ട് 5 സെന്റിമീറ്റർ കറക്റ്റ് നമ്മൾ വരയ്ക്കുക. അപ്പൊ നമ്മൾ അങ്ങനെ 5 സെന്റിമീറ്റർ വരച്ചു. നമ്മളിവിടെ 5 സെന്റിമീറ്റർ എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം 5 സെന്റിമീറ്റർ എഴുതി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ 60 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട് അല്ലേ? ഇവിടെ 60 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ 5 സെന്റിമീറ്റർ ഇവിടെ അടയാളപ്പെടുത്തി. ഇനി നമ്മളോട് 60 ഡിഗ്രി കോൺ അടയാളപ്പെടുത്തണം. ഓക്കെ, അപ്പൊ 60 ഡിഗ്രി കോൺ അടയാളപ്പെടുത്താൻ നമ്മൾ എന്ത് വെച്ചു? പ്രൊട്രാക്ടർ ഇവിടെ വെച്ചു. അപ്പൊ നിങ്ങൾ പ്രൊട്രാക്ടർ എടുക്കുക, അതിന്റെ മധ്യബിന്ദു ഇവിടെ തന്നെ വെക്കുക. അപ്പൊ നമുക്ക് 60 ഡിഗ്രി ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ടാണ് കിട്ടുക. അപ്പൊ നമ്മൾ അത് സ്കെയിൽ ഉപയോഗിച്ച് യോജിപ്പിക്കുക. അപ്പൊ നമുക്കൊന്ന് യോജിപ്പിച്ച് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ സ്കെയിൽ ഉപയോഗിച്ച് നീട്ടി വരയ്ക്കുന്നു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ 60 ഡിഗ്രി ആണ് നമുക്ക് കിട്ടി. ഇനി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചല്ലോ ഇവിടെ 120 ഡിഗ്രി ആണ്. ഇതേപോലെ തന്നെ പ്രൊട്രാക്ടർ ഇവിടെ വെക്കുക, എന്നിട്ട് 120 ഡിഗ്രി നമ്മൾ അടയാളപ്പെടുത്തുക. അപ്പൊ ഏകദേശം നമുക്ക് ഇവിടെ ആയിട്ട് കിട്ടും. ഇനി നമ്മളോട് പറഞ്ഞത് എന്താണ്? ഇവിടെ 3 സെന്റിമീറ്റർ ആണ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച് 3 സെന്റിമീറ്റർ കറക്റ്റ് അളന്ന് തിട്ടപ്പെടുത്തുക. അപ്പൊ ഇവിടെ 3 സെന്റിമീറ്റർ ആയി ഇവിടെ എന്തായിരിക്കും? 3 സെന്റിമീറ്റർ ആയിരിക്കും. അതേപോലെ ഇവിടെ 5 സെന്റിമീറ്റർ ആയാൽ ഇവിടെ എന്തായിരിക്കും? 5 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച് 3 സെന്റിമീറ്റർ ഇവിടെയും അടയാളപ്പെടുത്തുക. അപ്പൊ നമുക്ക് ഏകദേശം ഇവിടെ ആയിട്ട് വരും. ഓക്കെ, 3 സെന്റിമീറ്റർ ഇവിടെ അടയാളപ്പെടുത്തുക. അപ്പൊ ഇത് നമ്മൾ കറക്റ്റ് തന്നെ ആയിരിക്കും, 5 സെന്റിമീറ്റർ. അപ്പൊ നമ്മളെല്ലാം യോജിപ്പിക്കുക. അപ്പൊ വളരെ സിമ്പിൾ ആണ്. ആദ്യം നമ്മൾ വര വരയ്ക്കുക, 5 സെന്റിമീറ്റർ വര വരയ്ക്കുക, എന്നിട്ട് പ്രൊട്രാക്ടർ 60 ഡിഗ്രിയിൽ വരയ്ക്കുക, എന്നിട്ട് നീട്ടി വരയ്ക്കുക. അതിൽ നിന്ന് നമ്മൾ 3 സെന്റിമീറ്റർ അടയാളപ്പെടുത്തുക. അതേപോലെ തന്നെ ഇവിടെ 120 ഡിഗ്രി അടയാളപ്പെടുത്തുക. പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് 120 നമ്മൾ അടയാളപ്പെടുത്തുക. 3 സെന്റിമീറ്റർ അളന്ന് തിട്ടപ്പെടുത്തുക. എന്നിട്ട് എല്ലാ രേഖകളും തമ്മിൽ യോജിപ്പിക്കുക. നമുക്ക് നമ്മുടെ സാമാന്തരികം കിട്ടി. അപ്പൊ നിങ്ങൾ പെൻസിലുകൊണ്ട് ഉപയോഗിച്ച് ഇതൊക്കെ നല്ലോണം വൃത്തിയിൽ വരയ്ക്കണം. അതേപോലെ തന്നെ ഇതൊക്കെ ബാക്കിയുള്ളതൊക്കെ മായ്ക്കണം. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം എന്താണ്? ചിത്രത്തിൽ താഴത്തെയും മുകളിലെയും വരകൾ സമാന്തരമാണ്. അടയാളപ്പെടുത്തിയിരിക്കുന്ന കോൺ കണക്കാക്കുക. ഓക്കെ, അപ്പൊ ചിത്രത്തില് താഴത്തെയും മുകളിലെയും വരകൾ സമാന്തരമാണ്. അടയാളപ്പെടുത്തിയിരിക്കുന്ന കോൺ കണക്കാക്കുക. അപ്പൊ ചിത്രം നമുക്കൊന്ന് നോക്കാം. ചിത്രത്തിന്റെ നടുവിൽ ഒരു കോൺ ഉണ്ടല്ലേ? ഇങ്ങനെയാണ് നമ്മുടെ ചിത്രം കിടക്കുന്നത് അല്ലേ? ഇങ്ങനെയാണ് നമ്മുടെ ചിത്രം കിടക്കുന്നത്. ഇവിടെ 40 ഡിഗ്രി ഉണ്ട്, ഇവിടെ 50 ഡിഗ്രി ഉണ്ട്. ഓക്കെ, ഇവിടെ 40 ഡിഗ്രിയും ഇവിടെ 50 ഡിഗ്രിയുമാണ്. നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു കോണാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ഇത്? നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് കണക്കാക്കിയിട്ട് ഒരു വര അങ്ങോട്ട് വരച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ കൺഫ്യൂഷനൊക്കെ തീരും. ഓക്കെ, അപ്പൊ നല്ല ഒരു വര വരച്ചു കൊടുക്കുക. അപ്പൊ നടുവിലൂടെ നമ്മളൊരു വരച്ചു. ഓക്കെ, നടുവിലൂടെ നമ്മൾ വരച്ചു. ഇനി ഈ വരച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും ഇത് എതിർക്കോണാണ്. 40 ഡിഗ്രി ഇവിടെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഇവിടെയും 40 ഡിഗ്രി. അതേപോലെ തന്നെ ഇത് 50 ഡിഗ്രി ആണെച്ചാൽ ഇവിടെ എന്തായിരിക്കും? ഇത് ഇവിടെ 50 ഡിഗ്രി ആണെച്ചാൽ ഇതെന്തായിരിക്കും? ഇവിടെയും 50 ഡിഗ്രി ആയിരിക്കും. എതിർക്കോണുകളാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു എതിർക്കോണുകൾ തുല്യമായിരിക്കുന്നു. അപ്പോൾ ഇവിടെ 40 ആണെച്ചാൽ ഇതും 40, ഇവിടെ 50 ആണെച്ചാൽ ഇവിടെ 50. അപ്പൊ നമുക്ക് ഇത് ടോട്ടൽ ആയിട്ടാണല്ലോ, അത് ആകെയാണല്ലോ നമ്മൾ കണ്ടത്. 40ഉം 50ഉം തമ്മിൽ കൂട്ടിൽ എത്ര കിട്ടി? 90 ഡിഗ്രി കിട്ടി. അപ്പൊ ഇതിന്റെ ആൻസർ എത്രയാണ്? 90 ഡിഗ്രി ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നടുവിലൂടെ ഒരു നടുവില്, അതായത് കോണിന്റെ മൂലയിൽ വെച്ചിട്ട് ഒരു വര വരയ്ക്കുക. അപ്പൊ എതിർക്കോണുകളാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ 40ഉം 50ഉം കൂട്ടിയാൽ 90 ഡിഗ്രി കിട്ടും. അപ്പൊ 40 ഡിഗ്രി പ്ലസ് 50 ഡിഗ്രി ദാറ്റ് ഈസ് 90 ഡിഗ്രി. 90 ഡിഗ്രിയാണ് ഇതിന്റെ അളവ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം എന്താണ്? ചിത്രത്തിൽ ഇടത്തോട്ട് ചെരിഞ്ഞ വരകളുടെ ജോഡിയും വലത്തോട്ട് ചെരിഞ്ഞ വരകളുടെ ജോഡിയും സമാന്തരമാണ്. ഈ ചിത്രം വരയ്ക്കുക. അപ്പൊ വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ചോദ്യത്തിൽ എന്താണ് പറഞ്ഞത്? ഇടത്തോട്ട് ചെരിഞ്ഞ വരകളുടെ ജോഡിയും വലത്തോട് ചെരിഞ്ഞ വരകളുടെ ജോഡിയും സമാന്തരമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? സമാന്തരമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ സമാന്തരമാണ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാം. 40 ഡിഗ്രിയാണ് തന്നിട്ടുണ്ടെങ്കിൽ സമാന്തരമായിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, മറ്റേ കോണും 40 ഡിഗ്രി, അതിന്റെ എതിർക്കോണും 40 ഡിഗ്രി ആയിരിക്കും. 40 ഡിഗ്രി ഉണ്ട്. ഇവിടെ 2 സെന്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. ഈ ചിത്രം വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പൊ നമ്മൾ ചിത്രം വരയ്ക്കണമെങ്കിൽ നമുക്ക് ഇതിന്റെ അളവുകളൊക്കെ കിട്ടണം, എന്നാലേ നമുക്ക് ചിത്രം വരയ്ക്കാൻ കഴിയുകയുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ ഇവിടെ ഒരു ത്രികോണത്തിന്റെ ഒരു സംഭവം കിടക്കുന്നുണ്ട്. അപ്പൊ ഈ 2 സെന്റിമീറ്റർ ഇവിടെ നമ്മൾ യോജിപ്പിച്ചാൽ ഇതെന്താണ്, ഇതൊരു ത്രികോണമാണ്. ഈ ത്രികോണത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 2 സെന്റിമീറ്റർ, 2 വശങ്ങളും എന്താണ്, തുല്യമാണ്. 2 വശങ്ങളും തുല്യമായ ഒരു ത്രികോണമാണ് ഇവിടെ കിടക്കുന്നത്. ഓക്കെ, അപ്പൊ അതൊരു പോയിന്റ് നമുക്ക് കിട്ടി. ഇനി ഇവിടെ അപ്പോൾ ഇതും എന്താണ്, 2 വശങ്ങൾ തുല്യമായ ഒരു ത്രികോണമാണ്. ഇതും ഒരു 2 വശം തുല്യമായ ത്രികോണമാണ്. ഓക്കെ, ഇവിടെ 40 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 40 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 40 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 40 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെയും എന്തായിരിക്കും, 40 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇവിടെയും എന്തായിരിക്കും, 40 ഡിഗ്രി ആയിരിക്കും. അതേപോലെ ഇവിടെയും എന്തായിരിക്കും, 40 ഡിഗ്രി ആയിരിക്കും. ഇതൊക്കെ സമാന്തരങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ 40, ഇവിടെയും 40, ഇവിടെയും 40. ഓക്കെ, ഇനി നമുക്ക് ഇതൊരു ത്രികോണമായിട്ട് കണക്ക് കൂട്ടിയാൽ ഇവിടെ 40 ഡിഗ്രിയാണ്. ഈ ഒരു ത്രികോണം മാത്രം നമുക്ക് നോക്കാം. ഇതൊരു 40 ഡിഗ്രിയാണ്. ഈ 40 ഡിഗ്രി എന്ന് പറയുമ്പോൾ ത്രികോണത്തിന്റെ കോണുകളുടെ അളവുകളുടെ തുക 180 ഡിഗ്രി ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് 40 കിട്ടി അല്ലേ, 40 കിട്ടി. ബാക്കി എത്ര ഉണ്ട്, ബാക്കി നമുക്ക് എത്ര ഉണ്ട്, 140 ഡിഗ്രി ഉണ്ട്. ഈ 140 ഡിഗ്രിയാണ് ഈ 2 കോണുകളുടെ അളവുകളുടെ തുക. ഇനിയും ഇവിടെ പല സാമ്യങ്ങളും ഉണ്ട്. കാരണം എന്താണ്, ഇത് 2 വശങ്ങളും തുല്യമായ ഒരു ത്രികോണമാണ്. 2 വശങ്ങൾ തുല്യമായ ത്രികോണങ്ങളാണെങ്കിൽ 2 കോണുകളും തുല്യമായിരിക്കും. അപ്പൊ നമുക്ക് 140നെ ഇവർക്ക് സമമായിട്ട് വീതിച്ചു കൊടുക്കാം. അപ്പൊ എത്രയായി, 70 ഡിഗ്രി, 70 ഡിഗ്രി. ഓക്കെ, അപ്പൊ അത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇതൊന്ന് വരച്ചു നോക്കാം. റഫായിട്ട് വരയ്ക്കാണ്. നിങ്ങളിത് സ്കെയിലും പ്രൊട്രാക്ടറും ഒക്കെ ഉപയോഗിച്ച് നല്ല ഭംഗിയിൽ വരയ്ക്കണം. ഓക്കെ, ആദ്യം നമുക്ക് 2 സെന്റിമീറ്റർ വരയ്ക്കാം. ഓക്കെ, ആദ്യം നമ്മൾ 2 സെന്റിമീറ്റർ വരച്ചു. ഇവിടെ 2 സെന്റിമീറ്റർ നമ്മൾ വരച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇനി 2 സെന്റിമീറ്ററിന്റെ ഈ 2ന്റെയും അറ്റത്ത് എന്താണ്, കോണുകളാണ് വരയ്ക്കേണ്ടത്. ഇതൊരു സാമാന്തരിക രൂപത്തിലാണ് വരേണ്ടത്. അപ്പൊ 2 സെന്റിമീറ്ററിന്റെ അറ്റത്ത് നമ്മൾ എത്ര ഡിഗ്രി എടുക്കണം, 110 ഡിഗ്രി എടുക്കണം. കാരണം എന്താണ്, ഇത് 40ഉം ഇത് 70ഉമാണ്. ഓക്കെ, ഇത് 40ഉം ഇത് 70ഉമാണ്. അതുകൊണ്ടാണ് 110 എടുക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായത് ഒരു സാമാന്തരികത്തിന്റെ ഷേപ്പാണ് ഈ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 110 ഡിഗ്രി എടുക്കണം. അപ്പൊ നമ്മൾ ഇവിടെ 110 പ്രൊട്രാക്ടർ വെച്ച് 110 ഡിഗ്രി എടുത്തു അല്ലേ. അപ്പൊ നമുക്ക് ഏകദേശം ഇവിടെ ആയിട്ടാണ് കിട്ടുക. നമ്മുടെ 110 എന്ന് പറയുമ്പോൾ ഇവിടെ ആയിട്ടാണ് കിട്ടുക. അപ്പൊ നമ്മൾ 110 ഡിഗ്രി എടുത്തു. ഇനി അതേപോലെ തന്നെ ഇവിടെയും നമ്മൾ 110 ഡിഗ്രി എടുക്കുകയാണ്. 110 ഡിഗ്രി എടുത്തിട്ടുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് കിട്ടുക എങ്ങനെയാണ്, നമുക്ക് ഇവിടെ ആയിട്ടാണ് കിട്ടുക. അപ്പൊ 110 ഡിഗ്രി അത് നമ്മൾ യോജിപ്പിക്കുകയാണ്. സ്കെയിൽ ഉപയോഗിച്ച് യോജിപ്പിക്കുക. ഇനി നമുക്ക് എന്താണ്, ഇവിടെ 2 സെന്റിമീറ്റർ വരയുടെ 2 അറ്റത്തും ഇനി ഒരു 70 സെന്റിമീറ്റർ കൂടി നമുക്ക് വരയ്ക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ 2 സെന്റിമീറ്റർ ഇവിടെ വെച്ച് വരച്ചു. ഇവിടുന്ന് നമ്മൾ 110 എടുത്തു. അപ്പൊ നമുക്ക് ഈ ഒരു ലൈന് കിട്ടി. ഇവിടുന്ന് നമ്മൾ 110 എടുത്തു. അപ്പോൾ ഈ ലൈന് കിട്ടി. ഇനി ഇവിടെ വെച്ചിട്ട് നമ്മൾ 70 ഡിഗ്രി എടുക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ ലൈന് കിട്ടും. ഇവിടുന്ന് നമ്മൾ 70. അപ്പൊ ഇങ്ങനെയാണ് ഇത് വരയ്ക്കേണ്ടത്. അപ്പൊ നിങ്ങൾ നല്ല വൃത്തിയിൽ വരയ്ക്കുക. സ്കെയിലും പ്രൊട്രാക്ടറും ഉപയോഗിച്ച് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഈ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല. ആദ്യം എന്ത് ചെയ്യുക, 2 സെന്റിമീറ്റർ വരയ്ക്കുക. എന്നിട്ട് 2 സെന്റിമീറ്ററിന്റെ 2 അറ്റത്ത് വെച്ചിട്ട് 110 സെന്റിമീറ്റർ വീതം എടുക്കുക. ആ 110 എങ്ങനെ കിട്ടിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് 40 ഡിഗ്രിയാണ്. 40 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഒരു ത്രികോണത്തിന്റെ ഒരു കോണാണ് 40 ഡിഗ്രി. ഒരു ത്രികോണത്തിന്റെ 3 കോണുകൾ കൂടിയ 180 ആയിരിക്കും. അപ്പൊ നമ്മൾ 40 മൈനസ് ചെയ്തു. അപ്പൊ നമുക്ക് എത്ര കിട്ടി, 140 ഡിഗ്രി കിട്ടി. ഓക്കെ, 140 ഡിഗ്രി കിട്ടി. അപ്പൊ നമ്മൾ അതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തതാണ്. അപ്പൊ നമുക്ക് 70 ഡിഗ്രി കിട്ടി. ആ 70ആണ്. അപ്പൊ 110 ഡിഗ്രി ആദ്യം നമ്മൾ എടുത്തു, പിന്നെ ഇവിടെ വെച്ചിട്ട് 70 ഡിഗ്രി എടുത്തു. അത് രണ്ടും ക്രോസ് ചെയ്ത ഒരു ലൈനിലാണ്. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഷേപ്പ് കിട്ടിയത്. അപ്പൊ നല്ല സ്കെയിലൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ വരയ്ക്കുക. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.